കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ തീരൂ എന്നുള്ള പ്രതിജ്ഞയിലാണ് കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം വന്നാൽ ഉന്തും തള്ളും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചിന്തകൾ പോകുന്നു. തൃശൂർ DCCയുടെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നതിന് വേണ്ടി, മുൻനിരയിലെത്തുന്നതിന് വേണ്ടി നടന്ന ഉന്തും തള്ളും വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൻ്റെ പുനഃസംഘടന എത്രയും വേഗം നടപ്പാക്കണമെന്നുള്ള തീരുമാനം വരുന്നത്. പക്ഷേ അത് വൈകിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവ അടുത്തുവരുന്ന സാഹചര്യത്തിലാണ് ധൃതി പിടിച്ചുള്ള അഴിച്ചുപണി വേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. നിലമ്പൂർ സീറ്റ് കൈപ്പിടിയിൽ ഒതുക്കുന്നതിനൊപ്പം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടണം. ഇതിന് നേതൃത്വം നൽകണമെങ്കിൽ മുതിർന്ന നേതാക്കൾ വേണമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി നിലവിൽ ഉണ്ടെങ്കിലും പാർട്ടി കൈക്കൊള്ളുന്ന തീരുമാനങ്ങളും ചർച്ചകളും മാധ്യമങ്ങളിൽ വാർത്തയാകുന്നതുകൊണ്ടാണ് നയപരമായ തീരുമാനങ്ങളെടുക്കാൻ ഹൈപ്പവർ കമ്മിറ്റിയെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. മുൻ KPCC അധ്യക്ഷന്മാർ, AICC സെക്രട്ടറിമാർ എന്നിവരെ ഉൾപ്പെടുത്തി ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കും. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് എന്നിവരും ഹൈപ്പവർ കമ്മിറ്റിയിൽ അംഗങ്ങളാവും. ചില ജില്ലാ പ്രസിഡന്റുമാരുടെ പ്രവർത്തനം നിർജ്ജീവമാണെന്ന് മുതിർന്ന നേതാക്കന്മാരുടെ വിലയിരുത്തൽ. DCC പ്രസിഡന്റുമാരെ ഒഴിവാക്കി ഒരു പുനഃസംഘടന ഉടൻ വേണ്ടെന്നാണ് AICCയുടെ തീരുമാനം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല എങ്കിലും നിലമ്പൂർ ലക്ഷ്യമിട്ട് പ്രവർത്തനം തുടങ്ങാൻ KPCC നിർദ്ദേശം വന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥി തീരുമാനം ചർച്ചയാക്കേണ്ട എന്നാണ് KPCCയുടെ തീരുമാനം. ഇപ്പോഴത്തെ പ്രസിഡന്റുമാരെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എതിർപ്പുണ്ട്. ഒരു വിഭാഗം നേതാക്കന്മാർ ഇത് AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പുനഃസംഘടനയിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പങ്കുവയ്ക്കൽ വേണ്ട എന്ന് നേതാക്കന്മാർ പറയുമ്പോഴും ഗ്രൂപ്പ് പ്രവർത്തനം കേരളത്തിൽ സജീവമാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. KPCC മുൻ അധ്യക്ഷന്മാരെയും AICC സെക്രട്ടറിയെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൽ ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകാൻ നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തയ്യാറാക്കിയ, ഈ രാഷ്ട്രീയ റിപ്പോർട്ട് തയ്യാറാക്കിയ D ബിനോയ് നമ്മോടൊപ്പം ചേരുകയാണ്. ഇങ്ങനെ ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ ആ ഉന്നതാധികാര സമിതിയുടെ ഉന്നത സ്ഥാനത്തെത്തുന്നതിന് വേണ്ടിയുള്ള ഉന്തും തള്ളും ആരംഭിക്കാൻ സാധ്യതയുണ്ടോ? അത്തരത്തിൽ ഒരു ഉന്തും തള്ളും ഒഴിവാക്കാൻ തന്നെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. അതായത് മുൻ KPCC അധ്യക്ഷന്മാരും AICC സെക്രട്ടറിമാരും ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ സുധാകരൻ, ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ്, ഉന്നതാധികാര സമിതിയാണ് ഇപ്പോൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനി ഒരു പെട്ടെന്ന് ഒരു ഈ പ്രസിഡന്റുമാരെ കണ്ടെത്തുവാനുള്ള ഒരു നീക്കം നടത്തിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കും എന്ന് ഹൈക്കമാൻഡിന് വ്യക്തമായ വിവരം ലഭ്യമായി. കാരണം ഇതിനിടയിൽ തന്നെ അവരവരുടെ ചില നേതാക്കന്മാർ വഴിയൊക്കെ ഒരു പഠനം നടത്തിയിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് നേതാക്കന്മാരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ DCC അഴിച്ചുപണിയിലേക്കോ പോകണ്ട, പകരം ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിച്ചുകൊണ്ട് അവർ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും വലിയ തരത്തിലൊരു വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ചും KPCCയിലെ മുൻ അധ്യക്ഷന്മാർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നത് AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, AK ആന്റണി, K മുരളീധരൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ആ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഉള്ളവർ വന്നു കഴിയുമ്പോഴേക്കും ഒരു പരിധിവരെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾക്കും സങ്കീർണതകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഹൈക്കമാൻഡിനുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഒരു ഉന്നതാധികാര സമിതിയുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന കൈവരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ വലിയ തരത്തിൽ ആരോപണം ഉയരുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള പങ്കുവെക്കലാണ്. അത്തരത്തിലൊരു പങ്കുവെക്കൽ ഇത്തവണ വേണ്ട. ആരൊക്കെയാണോ നന്നായി പ്രവർത്തിക്കുന്നത്, ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്, ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് അവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ KPCCക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് പ്രാവർത്തികമാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഈ ഉന്നതാധികാര സമിതിക്ക് ഉള്ളത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലൊരു നേട്ടം കൊയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നു. മറ്റൊരു കാര്യം, സാധാരണ KPCCക്ക് മുകളിലായിരുന്നു ആ സംവിധാനത്തിൽ പലപ്പോഴും നടക്കുന്ന ചർച്ചകൾ. ആ ചർച്ച നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്നു. ഇത് കോൺഗ്രസിനെ വല്ലാത്ത തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊരു ആരോപണം KPCC പ്രസിഡന്റ് നേരത്തെ തന്നെ
AICCക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുതിർന്ന നേതാക്കന്മാർ മാത്രം ഉൾപ്പെടുന്ന ഒരു ഉന്നതാധികാര സമിതിക്ക് രൂപം നൽകിക്കഴിഞ്ഞാൽ അതിൽ നിന്നും വാർത്തകളോ ചർച്ചകളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വരാനുള്ള സാധ്യത ഉണ്ടാകില്ല. അതുകൊണ്ട് ഇത്തരത്തിലൊരു ഉന്നതാധികാര സമിതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൽക്കാലം ഈ പ്രസിഡന്റുമാരെ നിയോഗിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. എന്നാൽ ഇത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഒപ്പം DCC പ്രസിഡന്റുമാരുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല. പലരും പേരിന് വേണ്ടി DCC പ്രസിഡന്റുമാരായി മുന്നോട്ട് പോകുന്നു. ഇത് അംഗീകരിക്കാനാവില്ല. അത്തരത്തിൽ DCC പ്രസിഡന്റുമാരെ ഉൾപ്പെടെയുള്ളവരെ മാറ്റിക്കൊണ്ട് ഓരോ ജില്ലകളിലും വലിയ തരത്തിലൊരു മാറ്റം വേണമെന്നൊരു ആവശ്യം APCC AICCക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ പ്രക്രിയ പൂർത്തിയാക്കണമെങ്കിൽ വളരെ നാളുകൾ വേണ്ടിവരും. അതുവരെ തൽക്കാലം ഈ ഉന്നതാധികാര സമിതി കാര്യങ്ങൾ നിയന്ത്രിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.